ഒരു ഫ്രോഡുകൾ കയറി. ഫ്രോഡെന്ന് തന്നെ പറയണം, അതുങ്ങളൊക്കെ ഫ്രോഡെന്ന് തന്നെ പറയണ്ട. ഒരു 3 താത്തച്ചികളാ. വരാപ്പുഴ നമ്മുടെ ഷെവർലെറ്റിന്റെ ഏഷ്യറിന്റെ വർക്ക്ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് അകത്തൊരു വീട്ടിൽ നിന്ന് കയറിയ. അപ്പൊ നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇട്ടു. ഞാൻ പിന്നെ ആ കാര്യം വിട്ടുപോയി. അത് ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. അത് കയറണ്ടെന്നുള്ള കാര്യം ഞാൻ ചെക്ക് ചെയ്തില്ല. അത് ഇപ്പോഴും വർക്കിംഗ് ആണ്. അതിൻ്റെ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ഊബറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടേക്കണം. അപ്പൊ അതേപോലെ തന്നെ മറ്റേ ഊബറിന്റെ ലൈസൻസിന്റെ ഇത് റെഡിയായെന്ന് പറയണ്ട 5 കൊല്ലത്തേക്ക്. ആഫ്റ്റർ 5 ഇയേഴ്സിന് ഓക്കെ ഇട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വളരെ നല്ല കാര്യം. എല്ലാവരും ആ ഇടിയും ബഹളമൊക്കെ ഒന്ന് മാറി കിട്ടിയല്ലേ. അല്ലേ, എല്ലായിടത്തും പ്രശ്നങ്ങളായിരുന്നു അതിന്. എവിടെ ചെന്നാലും നമുക്ക് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എവിടെ ചെന്നാലും നമ്മൾ എടുത്തിട്ട് പോന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊരു വളരെ നല്ലൊരു കാര്യമാണ് ആ സംഭവിച്ചത്. അതൊക്കെ നേരത്തെ വേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ കുറെ ആൾക്കാർക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടിന് ഉണ്ടാവില്ലല്ലോ. വളരെ നല്ല കാര്യം. നമ്മ സ്വാഗതം ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആ കിലോമീറ്റർ ചാർജ് വിടണമെങ്കിൽ മര്യാദക്കൊക്കെ ആൾക്കാർക്ക് വണ്ടി ഓടിക്കായിരുന്നു. ഞാനും ഒക്കെ ഇറങ്ങിയാണ് ഇനിയും തിരിച്ച്. പക്ഷെ ചാർജില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങണില്ല. അതേപോലെ തന്നെ ഇന്നലെ എനിക്ക് വേറെ കുറച്ച് പേഴ്സണൽ ഓട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഓട്ടം ഇന്നലെ എടുത്തായിരുന്നു. അത് ഇന്നലെ ഓട്ടം കഴിഞ്ഞ് വന്നിട്ട്, അതായത് വന്ന വഴി ഓണാക്കി ഇട്ടിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇന്നലെ 25-ാം തീയതി കണ്ട, 25-ാം തീയതി 4 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. 1633 രൂപ. അതായത് ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് നേരെ എറണാകുളത്തുനിന്ന് അരൂരേക്ക് വന്ന്, അരൂരിന്ന് വരാപ്പുഴ പോയി, വരാപ്പുഴന്ന് നമ്മുടെ ആസ്പർ വഴി കറങ്ങി. രാത്രി ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ട്രിപ്പ് എടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ 4 ഓട്ടം എടുത്ത് 1633 കിട്ടി. കുഴപ്പമില്ല, ഇന്നലെ അത്യാവശ്യം കിട്ടിയത്. ആ വീഡിയോ ഒന്നും എടുത്തില്ല. അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന പരിപാടിയായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കാനുള്ള പരിപാടി ഇല്ലായിരുന്നു. വേറെ ഓട്ടത്തിൽ നിന്ന് കിട്ടിയതാ. കേരള സവാരിയിൽ ഇന്നലെ ഓണാക്കിയിട്ട് വന്ന വഴി. പക്ഷെ ട്രിപ്പ് ഒന്നും അടിച്ചില്ല കേട്ടാ. ഇന്നലെയൊക്കെ 0 തന്നെ. ട്രിപ്പ് ഒന്നും എടുത്തിട്ടില്ല. ഇതെന്താ ഫ്രൈഡേ, വെള്ളിയാഴ്ച എടുത്താണ് ലാസ്റ്റ്. വെള്ളിയാഴ്ച ഒരു ട്രിപ്പ് എടുത്തിട്ടുണ്ട് 269 രൂപ. അല്ലാണ്ട് നമ്മൾ വേറെ ട്രിപ്പ് ഒന്നും എടുത്തിട്ടില്ല. വേറെ ട്രിപ്പ് ഒന്നും അതിൽ എടുത്തിട്ടില്ല. അതേപോലെ തന്നെ റാപ്പിഡോയിൽ റീചാർജ് ചെയ്തിട്ട് 1000 രൂപയുടെ ഓട്ടോ ഇപ്പൊ എടുത്തിട്ടുണ്ട്. ഇനി 1000 അല്ല, 1999 രൂപയുടെ ഓട്ടോ എടുത്തിട്ടുണ്ട്. ഇനി 8000 സംതിങ്ങിന്റെ ഓട്ടോ നമുക്ക് എടുക്കാം. അപ്പൊ അതങ്ങനെ കിടക്കുന്നു. അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. അതേപോലെ തന്നെ എന്നോട് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട്സും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സംസാരം ഉണ്ടായി ഊബറിനെ കുറിച്ച്. അപ്പൊ നിനക്ക് ഊബറിനെ കുറിച്ചുള്ള വീഡിയോ കൂടി ആഡ് ചെയ്ത് ഇടാൻ പാടില്ലേ, നീ നല്ലപോലെ ഓടിക്കൊണ്ടിരുന്നതല്ലേ, അപ്പൊ അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആൾക്കാർക്ക് ബെറ്റർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനത് അവർ സ്വാഗതം ചെയ്തു. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ നന്നായിട്ട് തന്നെ കേട്ടു. അപ്പൊ ശരിയാണ്, എനിക്ക് എല്ലാവരും മെസ്സേജ് ചെയ്യണത് ഊബറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും വരേണ്ടത്. അപ്പൊ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയാണ്, ഊബറും ഊബറിന്റെ ബാക്ക് ഓഫീസും ഊബറിന്റെ കാര്യങ്ങളും ഒക്കെ മറ്റുള്ള ആപ്പുകൾ വെച്ച് സംബന്ധിച്ച് അവർ വർക്ക് ചെയ്യണതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കസ്റ്റമർക്കെ വിളിച്ചാൽ കിട്ടും. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇതാകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. എപ്പോൾ വിളിച്ചാലും വണ്ടി കിട്ടും, സംഭവങ്ങളൊക്കെ. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നത് നമുക്ക് കിലോമീറ്റർ ചാർജ് ഇല്ല എന്നാണ്. മനസ്സിലായില്ലേ? ഞാൻ ഇപ്പോഴും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, കിലോമീറ്റർ ചാർജ് ഇല്ലാണ്ട് ആപ്പ് നന്നായിട്ട് എന്ത് കാര്യം? അത് അവരുടെ ബിസിനസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് അതിന്റെ ആപ്പും കാര്യങ്ങളും നല്ലതായതുകൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയണത്. എന്നിട്ട് അതിന്റെ പുറമെ വന്നിട്ട് ഞാനപ്പോ ഇനിയും അതിന്റെ ഒരു ചാർജിന് ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണെങ്കിൽ ഞാനൊന്ന് ഓണാക്കാന്നും പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഓണാക്കി. അതായത് ഗോ ഓൺലൈൻ കൊടുത്തു കേട്ടാ. അതായത് ഞാൻ ഓടിയിട്ടൊന്നും ഇല്ല. അതെ, ഒന്ന് എങ്ങാത്ത 2 ഉണ്ടാ നെങ്ങണില്ല. നെങ്ങണുണ്ട്, അറിയണില്ല. അതാ എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കണോണ്ടാ. അപ്പൊ നമ്മള് എന്നിട്ട് ഓണാക്കി വെച്ചിട്ട് ഞാൻ എന്റെ ട്രിപ്പ് അടിക്കുക എന്നുള്ളതിൽ നോക്കിയപ്പോഴത്തേക്കും ട്രിപ്പ് അടിക്കാനുണ്ട്. മറ്റേ ഇത് മാച്ചിങ് വന്ന്. അപ്പൊ ഞാൻ അത് മാച്ചിങ് ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് 2-3 കണ്ട 7 കിലോമീറ്ററിന് 153 രൂപ. അതിന്റെ അന്ന് പിന്നെയും 8-9 രൂപ പിന്നെയും കട്ടാവും, അതായത് ടാക്സ്. അതേപോലെ തന്നെ കണ്ട
9.5 കിലോമീറ്ററിന് 187 രൂപ. ഇതിൻ്റെ അകത്ത് പിന്നെയും കട്ടാവും. അതായത് ഈ 9.5 കിലോമീറ്റർ നമ്മള് കേരള സവാരിയില അല്ലെങ്കിൽ റാപ്പിഡോയിൽ ഓടിയാണെന്നുണ്ടെങ്കിൽ 200, 230 രൂപ, 240 രൂപ. ഇത്തിരി നൈറ്റ് ടൈം ആണെങ്കിൽ അത് നേരെ ഡബിളാണ്. അതായത് ഒരു 310 രൂപ, 320 രൂപയിലൊക്കെ പോവാ ഓട്ടം. മനസ്സിലായില്ലേ? ഈ സെയിം ഓട്ടം തന്നെ ഞാൻ നല്ലൊരു റേറ്റിൽ മറ്റുള്ള ആപ്പുകൾ എടുക്കണുണ്ട്. പക്ഷെ ആ ഒരു എമൗണ്ട് കസ്റ്റമറിൽ നിന്ന് മേടിക്കണുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം ഓടാത്തത്. മനസ്സിലായി? ഇങ്ങനെ കുറെ ട്രിപ്പ് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അതായത് ഇങ്ങനെ കുറെ ട്രിപ്പും കിട്ടും, ഇടയ്ക്കൊരു ഇന്റർസിറ്റിയും കിട്ടും. വല്ല കായംകുളത്തേക്കാ അല്ലെങ്കിൽ വല്ല ഈ പറഞ്ഞ പോലെ കോതമംഗലത്തേക്കാ, ആറ്റിങ്കലിലേക്കാ, കോഴിക്കോടേക്കൊക്കെ പോവാ. അങ്ങോട്ട് പോവാൻ നേരത്ത് കിലോമീറ്റർ 120 ഓടിയെന്നിരിക്കട്ടെ. ഈ 107, 100 കിലോമീറ്റർ പിന്നെ നമ്മൾ തിരിച്ച് കാലിയാണ് വന്നത്. അപ്പൊ തന്നെ 220 കിലോമീറ്റർ ആയി. അപ്പൊ അടുത്ത CNG ഫില്ല് ചെയ്യണം. അപ്പൊ ഈ കിട്ടണ കാശിൽ നിന്നാണ് അതുകൊണ്ട് അടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നിർത്തിയത്. അതായത് പിന്നെയും കൊണ്ടുപോയി പെട്ടെന്ന് വണ്ടി ഓടുന്നു, കൊണ്ടുപോയി സർവീസ് സ്റ്റേഷനിൽ സർവീസ് ചെയ്തിരുന്നു. ഇവര് തന്ന കാശ് എന്തുണ്ടോ അത് തികയല്ല. ആ കാശ് കൊണ്ട് പിന്നെ സർവീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുന്നു. അത് കുറച്ച് പഴയ വണ്ടി കൂടിയാണെങ്കിൽ ആ തീർന്ന്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഓടണില്ല. അത് തന്നെയാണ് കാര്യം. ഇത് റേറ്റ് ഒക്കെ നമുക്ക് ഓടാം. എനിക്കിതുവരെ ഊബറിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നമില്ല. അത് എനിക്കൊരു റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ എന്താ പറയാ, എനിക്ക് ബ്ലോക്കായി പോണ അവസ്ഥയെ, ഓട്ടോ എടുക്കാതിരിക്കാൻ പറ്റില്ല, ഓട്ടത്തിന് കുറവുകൾ, ഇതൊന്നും എനിക്ക് വന്നില്ല. എനിക്കൊരു പ്രശ്നമില്ല. നമ്മ ചാർജ് ഇല്ലാണ്ട് എന്തിനാ ആപ്പ് നല്ലതാണ്, ആപ്പ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് നമ്മ ഓടിയിട്ട് എന്തിനാ? നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ സാധനം ഉപയോഗിക്കാത്തതെന്നാണ് ഞാൻ എപ്പോഴും പറയണത്. നിങ്ങൾ ഓർഡർ ഓടിക്കൊള്ളുക. അത് മനസ്സിലാക്കിയ ആൾക്കാരുണ്ടല്ലോ, ഒരു 10-2 പേർക്കെങ്കിലും ഇത് മനസ്സിലാവണ്ട. നിങ്ങളുടെ ടൈം വെറുതെ കളയേണ്ട കാര്യം വന്നില്ല എന്നാണ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറയണത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പൊ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞതിനോട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പോഴും ഞാൻ പറയണ ആപ്പൊക്കെ നല്ലതാണ്. ഞാൻ ഇപ്പൊ എന്റെ വണ്ടിയിലേക്ക് പറഞ്ഞ കസ്റ്റമറോട് കഴിഞ്ഞ ദിവസം സംസാരിക്കണ്ടായി. മേഡം എന്തുകൊണ്ടാണ് ഈ ആപ്പ് ഉപയോഗിക്കുന്നത് ഞാൻ ചോദിച്ചു. അല്ലെങ്കിൽ ഒരു സാറിനോട് ഞാൻ ചോദിച്ചു, സാർ എന്താണ് ഇത് ഉപയോഗിക്കുന്നത്? മോനെ ഞാൻ ബാംഗ്ലൂരാണ്, അല്ല ഞാൻ ഇന്നടുത്താണ്, അവിടെ ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, റാപ്പിഡോ ആണ് അല്ലെങ്കിൽ ഇതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ, അപ്പൊ ഓല ഉപയോഗിക്കാറുണ്ട് മോനെ എന്ന് പറയും. അപ്പൊ ഞാൻ ഊബർ എന്താ നിങ്ങൾ ഉപയോഗിക്കാത്തത്? ആ റേറ്റ് കൂടുതലാണ്. പക്ഷെ അവിടെ എല്ലാ വണ്ടി അവൈലബിൾ ആയതുകൊണ്ട് ഇവർക്ക് ചൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. റേറ്റ് കമ്പയർ ചെയ്ത് പെട്ടെന്ന് വണ്ടി കിട്ടും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ റാപ്പിഡോ വണ്ടികളും കേരള സവാരി വണ്ടികളും കുറവാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമറിന്റെ അടുത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കിട്ടണമെന്നില്ല. അപ്പൊ ഞാനിപ്പോ കസ്റ്റമറോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഫസ്റ്റ് പ്രയോറിറ്റി കേരള സവാരിക്ക് കൊടുക്കുക, സെക്കൻഡ് പ്രയോറിറ്റി സാറിന് സമയം ഉണ്ടെങ്കിൽ മാത്രം റാപ്പിഡോ ബുക്ക് ചെയ്ത് നോക്കുക. അത് കിട്ടില്ലെങ്കിൽ സാറ് നേരെ ഊബറിലേക്ക് വിളിച്ചു. ഇത് ഞാൻ പറയണ വേറെ ഒന്നും കൊണ്ടല്ല സാറേ, എന്നെ പോലെയാണ്. ചാർജ് ഇല്ല, സാറ് കൊടുക്കണ പേയ്മെന്റ് നമുക്ക് കിട്ടണില്ല. സാറ് കൊടുക്കണ ഫുൾ പേയ്മെന്റ് നമുക്ക് വേറെ ഏത് ആപ്പിൽ കൊടുത്താലും നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം. ഇതിന് എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ തന്നെ ഡ്രൈവർമാർ സാറിനോട് ഷെയർ ചെയ്യും. ഡ്രൈവർമാർക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പറയണത്. അപ്പൊ പുള്ളി തന്നെ എന്നോട് പറയുന്നത്, പല ഡ്രൈവർമാരും എന്നോട് പറയാറുണ്ട് ഊബറിലെ ഡ്രൈവർമാരെന്ന് പറഞ്ഞ്. അതെനിക്ക് പറയാൻ പേഴ്സണലി അങ്ങനെ കുറെ ആൾക്കാർ കൺവേർട്ട് ചെയ്യാനുണ്ട്. എനിക്കും വേണമെങ്കിൽ ഊബർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാം. പക്ഷെ ആ കൺവേർട്ട് ചെയ്യാനുള്ള ടൈം പോലും എനിക്ക് ഇതിൽ കളയാനില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് അതിന് പോലും സമയമില്ലാണ്ട് നമ്മൾ ഇതിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നല്ലൊരു ഏണിങ്സ് ഉണ്ടാവും. ഒറ്റ CNG റീഫില്ലിങ്ങിൽ തന്നെ പിറ്റേ ദിവസം CNG അടിക്കാനുള്ള കാശും ഈ ഒരിടത്തും പോകാണ്ട് നമുക്ക് ഈ കൊച്ചിയിൽ തന്നെ നിന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഇപ്പൊ ഈ ലൈസൻസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം, വളരെ നല്ല കാര്യം. ആ റേറ്റ് കൂടി ആ കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാരും ഇതിലേക്ക് വരില്ലേ? പക്ഷെ ചെയ്യണില്ല. എന്തെങ്കിലും ആട്ടെ, നമുക്ക് നമുക്ക് സംസാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഓട്ടം കിട്ടുമെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇന്നെന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. 8,000 രൂപയുടെ ഓട്ടം എടുക്കാം. നമുക്ക് നോക്കാം ഇന്നെന്താ അവസ്ഥയെന്ന്. ഇന്ന് നമുക്ക് കസ്റ്റമറോട് ചോദിക്കാനുള്ള സംഭവം കൂടി എടുത്തിട്ട് ഞാൻ വീഡിയോ ഇടാൻ പറ്റുമോ നോക്കട്ടെ. അതായത് കസ്റ്റമറോട് ചോദിക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ആ സാധനം ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. ട്രിപ്പ് അടിക്കാന്ന് അറിയാൻ പാടില്ല. അപ്പൊ നോക്കാം. ഞായറാഴ്ച ദിവസം നോട്ടേന്ന്. അപ്പൊ ശരി, നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ പള്ളൂർ സൈഡിലേക്ക് പോവാണ്. ഞായറാഴ്ച ഇല്ല, ഞായറാഴ്ച സൈഡിലേക്ക് അവിടെ വളരെ ഓട്ടം കുറവായിരിക്കും. അപ്പൊ പള്ളൂരത്തെ അമ്പലത്തിന് അങ്ങോട്ട് പോകാൻ അവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നിർത്തും. അങ്ങനെ പിന്നെ കുമ്പളങ്ങിൽ നിന്ന് എനിക്കൊരു ഓട്ടോ ഓടിച്ചു. പക്ഷെ കുമ്പളങ്ങി എനിക്ക് അവിടെ നിന്ന് കായൽ നീന്തി അപ്പുറത്ത് പോകാൻ പറ്റില്ല. കാരണം ഞാൻ മേഡത്തിനെ വിളിച്ച് പറഞ്ഞു, മേഡം ഇന്ന പോലെ അരൂർ സൈഡിലെ വണ്ടി കിടക്കാന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് തോന്നിയായിരുന്നു മോനെ എന്ന് പറഞ്ഞു. ബുക്ക് ചെയ്യുമ്പോൾ 1.5 കിലോമീറ്ററും ബുക്ക് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് 11 കിലോമീറ്ററിലേക്ക് വരും. ഞാൻ 11 7.5 കിലോമീറ്റർ അപ്പോഴുണ്ട്. വേറെ ഷോർട്ട് കട്ട് ഉണ്ട്. അങ്ങനെ വന്നാലും മേഡത്തിന്റെ അടുത്തേക്ക് 7 കിലോമീറ്റർ വരും. പക്ഷെ ആ സമയം മേഡം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് അവിടെ വരെ വന്നു എനിക്ക് നഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ ക്യാൻസൽ ചെയ്തോളാം എന്ന് ആ മേഡം പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ ക്യാൻസൽ ചെയ്തോളാം, നോ ഇഷ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ ക്യാൻസൽ ചെയ്തു. ആ സാറേ ഡ്രൈവറാണ്, റാപ്പിഡോ ബുക്ക് ചെയ്തില്ലേ? ബസ് സ്റ്റോപ്പിൽ വരുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ അമ്പലത്തിനോട് നാട്ട് വരാം. ശരി. ട്രിപ്പടിച്ച്
170 രൂപയാണ് 6.5 കിലോമീറ്റർ. എടുക്കാന് പോകാന് ഉണ്ണി തോമസ് അല്ല തോമസ് ഉണ്ണി. നമുക്ക് ഈ കസ്റ്റമറിനാലേ എങ്ങനെയാണെന്ന് അറിയാൻ പല ചോദിച്ചോ, നമുക്ക് ചോദിക്കാം. സാർ എന്താണ് സാർ റാപ്പിഡ് ഉപയോഗിക്കാനുള്ള കാര്യം എന്താ? കേരള സവാരി ചോദിക്കട്ടെ. കേരള സവാരിയില് ട്രിപ്പ് കിട്ടില്ല. ട്രിപ്പ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, ചെറിയൊരു എക്സ്പെരിമെന്റ് പോലെ ചോദിക്കാം. എന്താണെന്ന് ചോദിക്കാം. സാർ ഇപ്പൊ ബുക്ക് ചെയ്യാം, സാറിന് എന്താണ്, എന്തുകൊണ്ടാണ് സാർ ബുക്ക് ചെയ്യണത്? പുള്ളി പറയും, തീർച്ചയായിട്ടും പുള്ളി പറയും റേറ്റ് എന്ന് പറയും. എനിക്ക് ബ്ലൂ ആയിട്ട് തോന്നി 7:25 ട്രെയിൻ. ആ ശരി, തിരക്കാണപ്പാ. ആ പിന്നെന്ന് പറഞ്ഞു 1969. ഓക്കെ, കിട്ടില്ല. പിന്നെ 10 കഴിഞ്ഞിട്ട് ട്രെയിനുള്ളൂ. ആ ശരി. സൗത്ത് അല്ലേ? ആ സീറ്റ് ബെൽറ്റ് വന്നിട്ടുള്ളൂ ആയിട്ടല്ലേ? സൗണ്ട് പിന്നെ അപ്പൊ തന്നെ നിക്കണം സാധാരണ. സാറ് വേറെ ആപ്പുകളൊന്നും ഉപയോഗിക്കാറില്ല സാറ്? ഞാൻ കൂടുതൽ ഇതാണ്. ഞാൻ ബാംഗ്ലൂർ ചെന്നൈ ഒക്കെ പോകുമ്പോഴേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണ ഇതാണ്. എന്തുകൊണ്ടാണ് സാർ അത് ഉപയോഗിക്കാനുള്ള കാരണം? ഞാൻ എക്സ്പെരിമെന്റ് ചോദിക്കണ സാറിനോട്. ഫീഡ്ബാക്ക് ഒന്ന് കോസ്റ്റ് വെച്ച് നോക്കുമ്പോ ഭയങ്കര കുറവായിട്ട് നോക്കുമ്പോ കുറച്ച് കുറവാ. പിന്നെ എന്റെ വീട് ശരിക്കും എണ്ണമാലയ. അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ സർവീസ് ഉണ്ട്, റാപ്പിഡോയ്ക്ക് സർവീസ് ഉണ്ട്. ഈ ഇതുപോലെ അല്ല യൂബർ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്മാർ ഒട്ടുക്കത്തെ കാശ് ചോദിക്കണം. നമ്മുടെ കാശ് നമ്മളെ കൊന്നു പോലെ വിളിക്കും. ഇതാകുമ്പോ എനിക്ക് 100-400 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എറണാകുളത്ത് നിന്ന് വീട്ടിൽ ചെല്ലാം. അത് ആ പൈസ മൊത്തം കിട്ടുകയും ചെയ്യും ഡ്രൈവറിനല്ലേ? അതെ അതെ, ആ ഡ്രൈവറിന് പൈസ കിട്ടും. ആ പൈസ കിട്ടും ഡ്രൈവറിന് ഫുൾ എമൗണ്ട്. ഇത് കസ്റ്റമർ മനസ്സിലാക്കില്ല. അതെ അതെ, കസ്റ്റമറിനെ പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ട് കാര്യമല്ല, വണ്ടി കിട്ടിയാൽ യൂബറിന്റെ ഇതും കൂടുതലാണെന്ന് തോന്നുന്നു. ചാർജ് കൂടുതലല്ലേ? നിങ്ങളുടെ പെർസെന്റേജ് കൂടുതൽ. അല്ല ഞാനിപ്പോ 1 month താഴെ സാറേ നിർത്തിയിട്ട് ഊബറോട്ടം നിർത്തി. റാപ്പിഡോ എനിക്ക് ചാർജ് കിട്ടണം, കിലോമീറ്റർ ചാർജ് കിട്ടണം. ഒരു 10 രൂപ കിട്ടണല്ലോ, അത് മതി. മറ്റേത് അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല. ശരി. എന്റെ വൈഫിന്റെ ഒരു കസിൻ ഇത് ഊബർ ഓടിക്കൊണ്ടിരുന്ന പുള്ളി നിർത്തിയല്ലേ? ആദ്യമൊക്കെ ഭയങ്കര ലാഭമായിരുന്നു പുള്ളിക്ക്. നല്ല ലാഭമായിരുന്നു. അല്ല ഞാനൊക്കെ എപ്പോഴും ഊബർ വിളിക്കുള്ളൂ വീട്ടിലേക്ക് രാത്രിയൊക്കെ വരുമ്പോ. പിന്നെ ഞാൻ ഇത് റാപ്പിഡോ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാല് നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകുമ്പോ ബാംഗ്ലൂർ ചെന്നൈ ഒക്കെ പോകുമ്പോഴേ കാര്യം പിടികിട്ടി നമുക്ക്. റാപ്പിഡോ ആണ് കുറച്ചുകൂടി കംഫർട്ട്. ഇവിടെ എല്ലാവർക്കും അറിയാം, പക്ഷെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. ഒരുപാട് വണ്ടിയില്ല. ആണല്ലേ? ഒരുപാട് വണ്ടിയില്ല. വണ്ടിയുള്ളവരെ അതങ്ങനെയല്ല പറയണ, വിളിക്കുമ്പോ തന്നെ എത്തില്ല. ഞാനിപ്പോ ഒന്നോനെ ഓടി വന്നോന്നില്ല. അതൊരു പ്രശ്നമാണ്. അതൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യണാട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് ഞാൻ പറഞ്ഞു സാറിനോട് 1 മാസം ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ തോന്നണുണ്ട്. കസ്റ്റമർ ചോദിക്കുന്ന കസ്റ്റമർക്ക് ഇതാണ് പറയുന്നത്, വണ്ടി കുറവായിട്ട് എനിക്ക് തോന്നണുണ്ട് കേട്ടാ എന്ന് പറയും. പക്ഷെ കൊള്ളാം. ഞാനിപ്പോ ബാംഗ്ലൂരൊക്കെ സ്ഥിരം പോണാണ്. അവിടെ പോകുമ്പോഴൊക്കെ അവര് പിന്നെ എക്സ്ട്രാ കാശ് ചോദിക്കണ പ്രശ്നമില്ല. 10-20 രൂപ കൂടുതൽ കൊടുത്താൽ മതി. അപ്പൊ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ട്രിപ്പ് 178 രൂപ. 7 കിലോമീറ്റർ 7.5 7 കിലോമീറ്റർ 178 രൂപ. അതായത് 8 കിലോമീറ്റർ കൂട്ടാം. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പിക്കപ്പ് കൂട്ടാം. 178 രൂപ, കുഴപ്പമില്ല. കിലോമീറ്ററിന് 25 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്. കലിപ്പില്ല. അപ്പൊ ആദ്യത്തെ കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് ഇനി അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം. നല്ലൊരു കസ്റ്റമർ ആയിരുന്നു. പുള്ളിയെ കണ്ട ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടുത്തെ ആൾക്കാരല്ല, ഈ ടീമുകളൊക്കെ പുറത്തുനിന്ന് തന്നെ അവർക്കറിയാം. ട്രിപ്പ് അടിച്ചേട്ടെ ഇവിടെ വെച്ച് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രിപ്പ് അടിച്ച്. ആ മാം ഡ്രൈവറാണ് മാം. റാപ്പിഡോ ബുക്ക് ചെയ്തില്ലേ? ഇവിടെ മെയിൻ എൻട്രൻസിൽ തന്നെ ഉണ്ട് വണ്ടി. ഫ്രണ്ടിൽ നോക്കിക്കേ, 0057 കാണാവോ? നേരെ ഫ്രണ്ടില് ഓട്ടോ സ്റ്റാൻഡിന്റെ നേരെ. ഓക്കെ പിൻ നമ്പർ ഒന്ന് പറയാമോ? 5569.
റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് 14.29 കിലോമീറ്റർ, 270 രൂപ. 270 18.89 വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഈ ഹാൻഡ്സ് ബേക്കറിയുടെ ഒക്കെ സൈഡില് കാക്കനാടേക്ക് പോകണ അവിടെ. അപ്പൊ അത് കഴിഞ്ഞു. പക്ഷെ ഫീഡ്ബാക്ക് വെക്കാൻ പറ്റില്ല. അവർ രണ്ടുപേരും അമ്മ ഫുൾ ടൈം ഫോണിൽ ബിസി ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചു. പിന്നെ ഒരു മ്യൂസിക് വെച്ചോട്ടാന്ന് പറഞ്ഞു. മ്യൂസിക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫുള്ള് കോളില്ല, അവർ സംസാരം എഴുതും. ഞാൻ അത് ചോദിച്ചേനെ. പക്ഷെ നല്ല കസ്റ്റമറായിരുന്നു. പക്ഷെ ചോദിക്കാനുള്ള ആ ഒരു ഇതില്ല. അവര് ഫുള്ള് ബിസിയാ. അതിന്റെ ഇടയിൽ നമ്മൾ ചോദിക്കാം. അതാണ് ഞാൻ ചോദിച്ചില്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ വല്ല ട്രിപ്പും കിട്ടുമോ നോക്കാം. പിന്നെ കുറച്ചൊരു മെസ്സേജ് കേട്ട് എന്നോട് ചോദിക്കണേ, ഇത് താങ്കൾക്ക് മാത്രമാണോ ഊബറിൽ നിന്നുള്ള ഈ പ്രശ്നം, അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അവർക്ക് അതിനെ കുറിച്ച് അറിയില്ലാത്തോണ്ടാണ് അങ്ങനെ ചോദിക്കണത്. പക്ഷെ ഇത് ആരും പറയണില്ലല്ലോ, ഒന്നും ചെയ്യാനില്ല. അത് തന്നെയാണ് മെയിൻ കാര്യം. അങ്ങനെ പറഞ്ഞിട്ട് എന്തിനാ? ഇപ്പൊ എനിക്ക് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടണില്ല ഇല്ലേ? ഞാനും മിണ്ടാണ്ട് അത് ഓടിച്ചു നടക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ നടക്കാം. അത്ര വേറെ എന്ത് പറയാൻ അല്ലേ? നമുക്ക് പറയാൻ തോന്നി നമ്മൾ പറഞ്ഞു, അത്ര നിർത്താൻ തോന്നി നമ്മൾ നിർത്തി, അത്ര തന്നെ. പോയാലും കിട്ടിയാലും എല്ലാം നമുക്ക് തന്നെ. വേറെ എന്ത് പറയാനായില്ലേ? ഹലോ, ആ മാം ഡ്രൈവറാണ് മാം. വണ്ടി അല്ല അങ്ങോട്ട് വരികയാണ്. ഞാൻ ജസ്റ്റ് ഒരു കൺഫർമേഷൻ വിളിച്ച് പറഞ്ഞാണ്. വെൽക്കം മാം. ഉഷ മാം, ഉഷ ആ ഓക്കെ. പിൻ നമ്പർ എന്ന് പറയാം 1505. കസ്റ്റമർ ഭയങ്കര ഇത് എന്തോ ഒരു മറ്റേ സാധനം എന്താ പറയാ, എന്തൊക്കെയോ ഓഫീസിലെന്താ സംഭവമൊക്കെ എന്തെങ്കിലും ആയിട്ടാ മറ്റേ വെൽക്കെയറിലായിരുന്നേ. വെൽക്കെയറിന്റെ എൻട്രൻസ് അടച്ചിട്ടേക്കാൻ ക്ലോസ്ഡ്. എന്നിട്ട് ഇപ്പുറത്ത് മാത്രം ഞായറാഴ്ച ഉണ്ടായിരിക്കും, ഇപ്പുറത്ത് മാത്രം തുറന്നിട്ടേക്കണം. അപ്പൊ ഇവിടെ കൂടി ഇപ്പൊ കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ കൂടി കയറാൻ അടച്ചിട്ടേക്കാണെന്ന് പറഞ്ഞു. അപ്പൊ അപ്പുറത്തോട്ട് കയറിയപ്പോഴത്തേക്കും അപ്പുറത്തോട്ട് കയറുമ്പോൾ പുതിയ ബിൽഡിംഗ് ഉണ്ട്, പഴയ ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ലെഫ്റ്റിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ പുതുത്, അപ്പുറത്ത് പഴയത്. അപ്പൊ ഞാൻ ചോദിച്ചു ഈ ബിൽഡിംഗ് ആണ് ആ ബിൽഡിംഗ് ആണെന്ന്. ഏതായാലും മതി, കയറിയാൽ മതിയല്ലാന്ന്. അതായത് പുള്ളിക്കാരത്തേക്ക് നമ്മൾ ഏതാണ്ട് മറ്റേ സർവീസ് ചെയ്യണം. ഏത് ഇവർക്ക് എവിടെ ഇറങ്ങണ്ടെന്നൊക്കെ നമ്മൾ ഗണിച്ചു നോക്കണം. മന്ന വഴി തന്നെ ഗണിച്ചു നോക്കിയിട്ട് വേണം ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കാൻ. മനസ്സിലായ? നമ്മളെന്താ ചെയ്യണം? കസ്റ്റമറിനെ എളുപ്പം നടന്നു പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചോദിക്കണം. അപ്പൊ എവിടെയാണെങ്കിലും കയറിയാ പോരെന്ന്. മനസ്സിലായ? അതിനർത്ഥം എന്താണ്? അവർക്കൊക്കെ മറ്റേ പുച്ച ടീമാണ്. ഞാൻ ഇറക്കിച്ച് നേരെ കയറിയച്ചും റിപ്പോർട്ട്, അതായത് 1 സ്റ്റാർ കൊടുത്തിട്ട് ഇതങ്ങോട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമർ ഒന്നും റേറ്റിംഗ് ഒന്നും കൊടുക്കരുത്, അപ്പൊ തന്നെ നശിപ്പിച്ചേക്കണം. അതായത് ഇതിപ്പോ എത്തിയപ്പോഴേ എനിക്ക് ഇവരുടെ മൈൻഡൊക്കെ മനസ്സിലാക്കണം. അതല്ല നേരത്തെ മനസ്സിലാക്കണമെങ്കിൽ മാക്സിമം വലിപ്പിച്ചേക്കണം. അതായത് എത്തിക്കരുത്, എല്ലാ സിഗ്നലുകളൊക്കെ ചവിട്ടിയിട്ടേക്കണം. അങ്ങനെ ചവിട്ടി കൊണ്ടുവരണം. അപ്പൊ ഹാപ്പി ആവും. അങ്ങനെയുള്ള കസ്റ്റമർക്കാരുടെ അങ്ങനത്തെ പണികൾ തന്നെ കൊടുക്കണം. പക്ഷെ ഞാനിവിടെ എത്തിയപ്പോഴും അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ അടുത്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലേ, നമ്മളൊന്നും കാണിച്ചില്ല. എന്നാലും അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടില്ല. എന്നുവെച്ചാൽ നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലം വരെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ റെസ്പെക്ട് എല്ലാവർക്കും വേണം. അത് നമ്മുടെ ഇവിടെ അല്ല ഒരിടത്തും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാലും നമുക്കങ്ങനെ ഇപ്പൊ വേറെയുള്ള നമ്മൾ മലയാളികളാണ് കൂടുതൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ. പുറത്തുള്ള ആൾക്കാർക്ക് എന്താണെന്നറിയോ, ഡ്രൈവർമാര് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര റെസ്പെക്ട് ആയിരിക്കും. നമ്മുടെ ആൾക്കാർക്ക് പിന്നെ അതൊന്നും അറിയാൻ പാടില്ലല്ലോ. എന്തോ ഫ്രീ സർവീസ് പോലെയാണ് കാണിക്കണത്. അവരേതാണ്ട് കോടിക്കണക്കിന് രൂപ കെട്ടി വെച്ചിട്ട് വണ്ടി ഇറക്കിയേക്കണ പോലെയാണ് സംസാരം. അപ്പൊ അങ്ങനെ ഒരു ചായ കുടിക്കട്ടെ വരികയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ആ സാറേ, ഞാൻ ഇപ്പുറം വഴി വരാം. അതായത് നമ്മുടെ ട്രയൻഫിന്റെ ബാക്കിൽ കൂടി വരാം. ഞാൻ ട്രയൻഫ് ഇല്ലേ, മറ്റേ ബൈക്കിന്റെ ഷോറൂം ഇല്ലേ, സൂപ്പർ ബൈക്കിന്റെ, നമ്മുടെ ഗോൾഡൻ ജിമ്മിന്റെ ഫ്രണ്ടിൽ കൂടി വരാം. ഞാൻ ഇപ്പുറത്തെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കിടക്കണതാ. സാർ പിൻ നമ്പർ പറഞ്ഞായിരുന്നു. 2502. ഓക്കെ, അതിന്റെ അകത്തെ കറക്റ്റ് ഇവിടെ ആയിട്ടാ കാണിക്കണത്. ഈ കടയുടെ ഫ്രണ്ടിലാ കറക്റ്റ് ലൊക്കേഷൻ വീട് കാണിക്കുന്നില്ല. ലൊക്കേഷൻ കറക്റ്റ് ആണ്, വീട് നമുക്ക് അറിയില്ലല്ലോ. ഊബർ ബുക്ക് ചെയ്യാറില്ലേ? അപ്പൊ
കമ്മീഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തോ കുറച്ച് കാശ് അത് തന്നെ പറഞ്ഞു തുടങ്ങിയല്ലേ. മാക്സിമം ബുക്ക് ചെയ്യുന്നൊക്കെ പറയും. അതെ. അപ്പൊ നമ്മുടെ കസ്റ്റമറിന്റെ കഴിഞ്ഞേട്ടാ 5 കിലോമീറ്റർ 146 രൂപ, 29 രൂപ വെച്ച് പെർ കിലോമീറ്റർ. അപ്പോ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് മാഡം പറഞ്ഞ. അങ്ങനെ നേരത്തെ ഊബറിൽ കയറാൻ നേരത്തുള്ള ഡ്രൈവർമാര് പറയുമായിരുന്നു, അതുകൊണ്ടാണ് മാറിയെന്ന്. പിള്ളേര് ഡ്രൈവർമാരെ പറയും ഞങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ല, ഇത്ര പെർസെന്റേജ് പിടിക്കും, അത് നിങ്ങൾ മാക്സിമം റാപ്പിഡ് ഉപയോഗിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പൊ അത് ആ കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്തല്ലോ, അതന്നെ വലിയ കാര്യം. അങ്ങനെ പറയാൻ തോന്നിയ കുറെ ഡ്രൈവർമാർ, ഞാനൊന്നും പറയാത്ത കാര്യങ്ങളാ. അതായത് ഞാനൊക്കെ ഊബർ ഓടിച്ചോണ്ടിരിക്കുമ്പോ ഞാനൊന്നും പറയലായിരുന്നു അങ്ങനെയൊന്നും. അപ്പൊ അത് വലിയൊരു കാര്യം, എനിക്കെന്തായാലും സന്തോഷി അങ്ങനെ കേട്ടപ്പോ. നമ്മളെ കൊണ്ടാ ചെയ്യാൻ പറ്റിയിട്ടില്ല, ചെയ്യാൻ പറ്റണവരങ്ങനെ പറഞ്ഞല്ല, അതന്നെ വലിയ കാര്യം. നമ്മള് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷന്റെ മെട്രോ സ്റ്റേഷന്റെ അടിയിൽ കൊണ്ടൊന്ന് വണ്ടി തട്ടി, എന്നിട്ട് വെയിറ്റ് ചെയ്യണേ. ഇതുവരെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. അപ്പൊ ട്രെയിൻ വന്നിട്ടുണ്ട്, അടിക്ക് വലിയതറിയാൻ പാടില്ല. അപ്പൊ ഞാൻ കറങ്ങിയത് ഇനി പനങ്ങാട് എത്തിയിട്ട്, അതായത് ലേക്ക് ഷോറ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ലേക്ക് ഷോറിൽ വന്നൊരു ആളെ ഇറക്കി, ലേക്ക് ഷോറി ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് ഞാൻ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത്, അപ്പത്തേക്കും അടുത്ത ട്രിപ്പ്. പക്ഷെ ഇതിന്റെ അകത്ത് കാണിക്കണത് 3 കിലോമീറ്റർ എന്നൊക്കെ കാണിക്കുന്നുണ്ട് പിക്കപ്പ്. പക്ഷെ 3 കിലോമീറ്റർ ഇല്ല, നമുക്ക് ടോളിന്റെ അവിടെ പോകണ്ട. ഈ ടോള് കയറാൻ, കുമ്പളം ടോള് കയറാൻ ഈ പാലത്തിനടിയിൽ കൂടി ഷോർട്ട് കട്ടാ. അപ്പൊ ഞാൻ കസ്റ്റമറെ വിളിച്ച് പറഞ്ഞു, അപ്പൊ കസ്റ്റമറിന് കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരനെ ഇപ്പൊ എടുക്കാൻ വേണ്ടി പോണാണ് എനിക്ക് കാണുന്നത്. ആ പോവാലോ അല്ലേ? സീറ്റ് ബെൽറ്റ് ഇട്ടേക്കോ. റാപ്പിഡ് ബുക്ക് ചെയ്തില്ലേ? അങ്ങോട്ട് വരികയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞതാ. ഞാൻ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് വരാം. ആ ഓക്കെ സാർ, ഞാൻ എത്തും വിളിക്കാം സാർ. ഓക്കെ ഫൈൻ, ഇതേ വരുന്നു. ആ അപ്പൊ അത് ക്ലാസ്സിലാണ് പോകണ്ട എം ജി റോഡില്. അപ്പൊ എങ്ങനെ പോകുന്നത്? ഇങ്ങനെ നമ്മുടെ മറ്റേ ഇതിലും വഴി കണ്ണങ്കാട്ട് പാലങ്ങ് കയറി ഇങ്ങോട്ട് പോയത്. ആ പിന്നെ ആ അതൊക്കെ ശകലല്ല അപ്പോഴും ഉള്ളു. ആ ഈ കസ്റ്റമറിനെ ഇറക്കിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. കാര്യം പറയാണ്ടായിരുന്നു, പക്ഷെ സംഭവം ഞാൻ വിട്ടു. ഇവിടെ കസ്റ്റമറ് വന്ന് വണ്ടിയിലകത്തായിട്ട് കയറി. പുള്ളിക്കാരൻ ആദ്യം ആ ചേട്ടൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു അങ്ങനെ. ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയപ്പോ എന്തിനാ അങ്ങനെ കറങ്ങണം, ഈ വഴി പോകാന്ന്. അപ്പൊ അവിടുത്തെ പല ചെറിയൊരു കട്ടറുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പോകാന്ന്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരന്റെ പെണ്ണുമ്പിള്ള വന്നു കേട്ടാ. അപ്പൊ ആയിത്ത വണ്ടിയുടെ അകത്ത് പോലും കയറിയിട്ടില്ല കേട്ടാ. ഡോർ തുറന്നപ്പോ തന്നെ പറയാ മോനെ ഏസ് നല്ലപോലെ കൂട്ടിയിട്ടേക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അകത്തട്ടി കയറിയാലെല്ലാം അറിയാൻ പറ്റുള്ളൂ, അത്യാവശ്യം എ സിയിലാണ് വണ്ടി ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ കയറി ആ എ സി കൂട്ടിയിട്ടോ എന്നുള്ള രീതി. അത് കണ്ടൊക്കെ മറ്റേ മൂഡ് കാണിക്കാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് എ സിയുടെ തണുപ്പ് കുറച്ചിട്ട് അവിടെ മറ്റേ സാധനം 2-ലാക്കിട്ട്. അപ്പൊ അതിന് സന്തോഷമായി, ആ എ സി കൂടി എന്നുള്ള സീ. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? ഇതേപോലെ ഇന്നലെ ഞാൻ ആ വരാപ്പുഴ ട്രിപ്പ് കഴിഞ്ഞിട്ട് വരാൻ നേരത്ത് ഒരു ഫ്രോഡുകൾ കയറി. ഫ്രോഡെന്ന് തന്നെ പറയണം, അതുങ്ങളൊക്കെ ഫ്രോഡെന്ന് തന്നെ പറയണ്ട. ഒരു 3 താത്തച്ചികളാ. വരാപ്പുഴ നമ്മുടെ ഷെവർലെറ്റിന്റെ ഏഷ്യറിന്റെ വർക്ക്ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് അകത്തൊരു വീട്ടിൽ നിന്ന് കയറിയപ്പോ തന്നെ ഇതുങ്ങള് പാട്ട് കയറുത്ത്. പിന്നെ ഒരു കഥ അങ്ങോട്ട് തുടങ്ങി, ലോകത്തില്ലാത്ത കഥ മുഴുവൻ പറഞ്ഞു. ദുബായിൽ കല്യാണം, അബുദാബിയിൽ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ. ഒരാവശ്യമില്ല, ഇവര് തമ്മിൽ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയും പിന്നെ വണ്ടിക്കകത്തിട്ട് എന്റെ ചെവി തിന്നണേ. അപ്പൊ എടുത്ത് കുറച്ചാടി തന്നെ ഇത് തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു തേവര വഴി പോയി കഴിഞ്ഞാൽ ടോള് വരില്ല, അപ്പൊ നമ്മൾ ഫോട്ടോ വെച്ചിക്കണ്ട, ഫോട്ടോ വെച്ച് ആയതുകൊണ്ടാണ് നമ്മൾ എടുത്തേക്കണം. അതില്ല കണ്ടെയ്നർ റോഡ് വഴി പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കണ്ടെയ്നർ റോഡ് വഴി പോണേന് കുഴപ്പമില്ല, 498 രൂപയിൽ കണ്ടെയ്നർ റോഡിൽ ഉള്ള ടോള് സെപ്പറേറ്റ് വരും, ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് അല്ലെന്ന് പറഞ്ഞു.
അത് കുഴപ്പമില്ല, നമ്മൾ പേ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ പേ ചെയ്തോളാം എന്നുള്ള സീനൊക്കെ ഉണ്ട്. അത് ഓക്കെ ആയിക്കോട്ടെ. അങ്ങനെ നേരെ കണ്ടെയ്നറോട് പോയി സ്ഥലത്തെത്തി. അതുവരെ ചെവി തന്നെ കേട്ടോ. അതായത് ഇവർക്ക് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയും പിന്നെ നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് പൊങ്ങച്ചം പറഞ്ഞ പോലെ ഇരുന്ന് പറയണേ. അങ്ങനെ ഫോട്ടോജി എവിടെയാണെന്ന് ഞാൻ പറയണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ കുറെ ഉടായ്പകളുണ്ട്. അവരവിടെ താമസിക്കണമെന്നാണ്. എനിക്ക് ആ വീട് നല്ല കൃത്യമായിട്ട് അറിയാവുന്ന. അങ്ങനെ 498 75 കൂട്ടി പറഞ്ഞ് 520 രൂപ അക്കൗണ്ടിലിട്ട് 20 രൂപ നോട്ട് കയ്യിൽ നിന്ന് ഇപ്പൊ എടുത്തിട്ട് വരാന്നും പറഞ്ഞൊരു പോക്ക് പോയി. അകത്ത് കയറി ഗേറ്റ് അടച്ചതിന്റെ ഒച്ച കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഗേറ്റ് ലോക്ക് ചെയ്തേക്കണേ. ലോക്ക് ചെയ്തിട്ടാണ് ടീമുകൾ പൈസ എടുക്കാൻ പോയേക്കണം. 3 പെൺപിള്ളേരും ഒരു ചെക്കനുമാണ്. ഞാനപ്പുറത്ത് ഇവർക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പ് ഒന്ന് ആലോചിക്കുക. എന്തെങ്കിലും ഒരു ഉളുപ്പുള്ള താത്താച്ചികളായിരുന്നെങ്കിൽ വന്നേനെ. ഞാൻ ഒരു 5-8 മിനിറ്റോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തട്ടാ. അതെനിക്കറിയാം അവര് വരില്ലെന്ന്. എനിക്ക് നല്ലപോലെ അറിയാം അവര് വരൂല. എന്നിട്ട് ഞാൻ വളച്ചിങ്ങാട്ട് പോന്നു. അപ്പൊ അതേപോലത്തെ ഫ്രോഡുകളും നമ്മളെ വണ്ടിയിൽ കയറും. അപ്പൊ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മ വീട്ടിലൊന്നും ചെന്ന് പൈസ ചോദിക്കണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവര് മനസ്സിൽ ഇവന്റെ ടോളിന് എന്തിനാണ് കാശ് കൊടുത്തത് ആ രീതിയിലേക്ക് ആയിരിക്കും ഇവര് ചിന്തിക്കണത്. ആ ഇതിലായിരിക്കും ചെയ്യണം. പക്ഷെ ചെയ്തത് ഫ്രോഡ് തരണമെന്നുള്ള കാര്യം അവർക്ക് 4 പേർക്കും മനസ്സിലായില്ല. കാരണം അവരിതിന് മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടാവും. അവരുടെ ജീവിതത്തിൽ ഇത് ചെയ്തിട്ടേ ഇവര് മുമ്പോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അങ്ങനെ പറ്റിച്ചും വെട്ടിച്ചും ഉണ്ടാക്കണ സാധനങ്ങളില്ലേ, അധികം നാൾ വൈകാണ്ട് ഒന്നല്ലേ വല്ല ഹോസ്പിറ്റലില്ല അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നായിട്ടാ പോവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഡ്രൈവർമാർ അങ്ങനെയൊക്കെ ചെറിയ ചില്ലറ നമ്മൾ വിട്ടുകളയാ. അവരറിഞ്ഞിട്ട് ചെയ്യണമെന്ന് നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ മേടിക്കരുത് കേട്ടാ. മനസ്സിലായി? അവരറിഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുകയാണെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കരുത്. അത് അതിന്റെ ഡബിളായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അതെനിക്കൊന്ന് പറയണം തോന്നി. അത് ഞാൻ ഒന്ന് പറഞ്ഞ. അപ്പൊ അതേപോലെ ഒരു ആൾക്കാരല്ലെങ്കിലും പല സിറ്റുവേഷനിലും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഞാൻ പറഞ്ഞാണ്. അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണോ? ഇവർക്കത് മോശമായിട്ട് തോന്നൂല. അവർക്ക് അതൊക്കെ എൻജോയ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അടുത്ത ഓട്ടം കിട്ടാൻ നോക്കാം. നമ്മ അവിടെ നേരെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് തിരിഞ്ഞ അങ്ങോട്ട് പോണേ. റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് തിരിഞ്ഞില്ല. ആ മാം ഡ്രൈവറാണ്. റാപ്പിഡോ ബുക്ക് ചെയ്തില്ലേ? ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഫ്രണ്ടിലല്ലേ? ഓക്കെ, ഓൾമോസ്റ്റ് ഞാനിവിടെ ഇപ്പുറത്ത് എത്തി. നമ്മൾ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് വളഞ്ഞ് അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ. പിന്നൊന്ന് പറയോ? 9766 വൈറ്റിലേക്കല്ലേ? ഞാൻ കറൂറ്റി എന്നൊക്കെയാണ് കണ്ടത്. അല്ല ഞാൻ കണ്ടത് അങ്ങനെയെന്ന് പറയും. ഞാൻ പറഞ്ഞത് കറൂറ്റി എവിടെയാ നല്ലത്. നിങ്ങൾ ഊബർ ഉപയോഗിക്കാറില്ല? അതെന്തുകൊണ്ടാ? കയറി തന്നെ. നല്ല കാര്യമാണത്. റേറ്റ് നല്ലതല്ലേ? മറ്റേ ഒരുപാട് പൈസ ആവും. നമ്മക്കും കിട്ടും ഈ പൈസ. 1 രൂപ പോലും വെറുതെ പോണില്ല. മറ്റേ യൂബറിന് കൊടുക്കണം 30,000. ഇതിനൊന്നും കൊടുക്കണ്ട. നമ്മൾ റീചാർജ് ചെയ്തേക്കണല്ലേ. ഒരു 500 രൂപക്ക് റീചാർജ് ചെയ്താൽ 10,000 രൂപ ഓട്ടോ എടുക്കാം. അപ്പൊ നമ്മ കസ്റ്റമറിനെ വൈറ്റിലെ ഹബിന്റെ പുറകിൽ കൊണ്ടുവന്നാക്കിയടാ. ആ പമ്പിന്റെ ഓപ്പോസിറ്റ് വീട്. 177-150 രൂപ അമ്മയുടെ ഇട്ട്. അപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? 5 കിലോമീറ്റർ 6 കിലോമീറ്റർ 6-20 200 മീറ്റർ 177 രൂപ 150 രൂപ. ശാന്തി. ആ ഒടുക്കത്തെ വെയിലാണ് കേട്ടോ. വെയിലൊരു രക്ഷയില്ലാത്ത വെയിൽ. തകർന്നു പോണി. പക്ഷെ നമ്മ വണ്ടിക്കകത്തായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. വണ്ടിയുടെ പുറത്താണെങ്കിൽ സീനായിരിക്കും. ഹലോ, ആ വണ്ടി ബുക്ക് ചെയ്തില്ലേ? ഡ്രൈവറാണ്. അങ്ങോട്ട് വരികയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞാണ്. ഓക്കെ, ഇതേ വരുന്നേ. ഞാൻ അവിടെയാണ് പോയിരുന്ന. പിന്നൊന്ന് പറയുമോ? 4012 അല്ല, മറൈൻ ഡ്രൈവാ. നിങ്ങൾ ഊബർ ഉപയോഗിക്കാറില്ലേ?
ആദ്യമായിട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പൊ എന്താ ഊബർ ബുക്ക് ചെയ്യാ? ഞാൻ അല്ല, ചേട്ടൻ റാപ്പിഡോട് ചെയ്ത. ചേട്ടൻ റാപ്പിഡ് 1-2 കസ്റ്റമർ എങ്ങനെ പറയണം ചോദിച്ചല്ലേ. അപ്പൊ നമ്മടെ ആ ഒരു ട്രിപ്പ് കൂടി കഴിഞ്ഞിട്ടാ 234 രൂപ നമ്മുടെ ഹൈക്കോർട്ടിന്റെ പുറകിൽ ജയിലിന്റെ അവിടെ. 10.5 കിലോമീറ്റർ 234 രൂപ, 22 രൂപ വെച്ച് പെർ കിലോമീറ്റർ. കലിപ്പിൽ പിന്നെ എന്താ ഇനി എവിടെയെങ്കിലും ഒതുക്കുക തന്നെ അല്ലേ? CNG അടിച്ചില്ല. ഹൈക്കോടതിയുടെ അവിടെ ചെന്ന് മൂഞ്ചണെന്നല്ല പോകാതിരിക്കണം. CNG അടിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ മണി എന്താന്നറിയാം, 3 മണിയായി. ഇനിയിപ്പോ ഈ 3 മണി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈവനിങ്ങിന്റെ ടീമുകളുടെ പണി തുടങ്ങും, അതായത് ഓട്ടം തുടങ്ങും. അതേപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഡിസയർ പുതിയത് എടുത്തിട്ട് ഒരു 1.5 കൊല്ലം മുമ്പ് അവൻ എടുത്താണ്. 1.5 അല്ല 2 കൊല്ലം ടെസ്റ്റ് കഴിഞ്ഞോണ്ടിടാം. 2 കൊല്ലം മുമ്പ് എടുത്ത് അവന് ഏകദേശം ഒരു 5-6 മാസത്തോളം ഓടി. അത് കഴിഞ്ഞ് വേറെ ജോലിയുടെ കിട്ടിയപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയി. ആ വണ്ടി പിന്നെ അങ്ങനെ എടുക്കാറൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആദ്യം റെന്റിനൊക്കെ വണ്ടി പിള്ളേരെ കൊണ്ട് ഓടിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ചാൾ മുമ്പ് ഇതേപോലെ തന്നെ റെന്റ് വിട്ട് അതെന്തോ ഇഷ്യൂ ഒക്കെ ആയിട്ട് അവൻ തിരിച്ച് മേടിച്ചൊക്കെ വെച്ച് പിന്നെ ഉപയോഗിക്കണ്ടായി. ആരും ഉപയോഗിക്കണ്ട വണ്ടി. അങ്ങനെ ഇവന്റെ ജോലി എന്തോ പറ്റിയത് ജോലി പോയി. അപ്പൊ ആള് എനിക്ക് മെസ്സേജ് ചെയ്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചാൽ ആ ഊബർ ഇപ്പൊ എങ്ങനെയാണ് അവസ്ഥ? ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണെന്ന് പറഞ്ഞു. ഇത് ഇന്നല്ല കേട്ടോ, നേരത്തെ 2 ദിവസം മുമ്പാണ്. അങ്ങനെ അവൻ എന്നോട് പറഞ്ഞില്ല. അവൻ ഇന്ന് ഊബർ ഓടാക്കി രാവിലെ ഓടിയിട്ട് എനിക്ക് മറ്റേ സ്ക്രീൻ റെക്കോർഡ് ഒക്കെ കാണിച്ചു തന്നു. 794 രൂപ ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഡിസൈർ ആണ് കേട്ടാ. 5 ട്രിപ്പ് 4.75 മണിക്കൂർ ഓടിയിട്ട്. എന്നിട്ട് അവൻ എന്നോട് പറയണേ ഇതാണല്ലേ ഇപ്പോഴത്തെ അവസ്ഥ. വെച്ചാൽ അവൻ അന്ന് ഓടിയത് നല്ല റേറ്റിനായിരുന്നു. അതൊക്കെ നല്ലൊരു ഓട്ടം ഉണ്ട്. അവൻ അത് പ്രതീക്ഷിച്ചാണ് അവൻ പിന്നെ തിരിഞ്ഞ് ഇതിലേക്ക് വന്നത്. അപ്പൊ ട്രിപ്പ് ഇല്ലാന്ന് കണ്ടപ്പോഴാണ് എന്നെ വിളിച്ചപ്പോ ഞാൻ എന്നെ പോലെ കാര്യം പറഞ്ഞു, എന്നെ പോലെ അവസ്ഥയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന പോലെ റാപ്പിഡ് ഓടി നോക്ക് ഉറപ്പില്ല നോക്ക്, എന്നിട്ട് എന്താ ചെയ്യും തീരുമാനം എടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ ആൾക്കാരുടെ അവസ്ഥ അല്ല ഇപ്പൊ വളരെ മോശമാണ്. ഊബർ വിശ്വസിച്ച് നമുക്ക് വണ്ടിയൊന്നും പുതിയ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാനത് പറയണതാണ്. അങ്ങനെ 2 ആൾക്കാരെന്ന് പറയുമ്പോഴേ നമ്മളിത് പറയുമ്പോ എല്ലാരും അങ്ങനെയൊന്നും അല്ലെന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് നമ്മൾ പറയണതാണ്. ഇപ്പൊ അവൻ CC പോലും അടക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ആ ജോലിയുടെ തടസ്സം വന്നപ്പോ മൊത്ത പ്രശ്നമായി. അപ്പൊ അങ്ങനെ നമുക്ക് ഓട്ടം നോക്കാം. അതേപോലെ തന്നെ അവന് വണ്ടി വല്ലതും റെന്റ് കൊടുക്കണ്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ പറയാട്ടാ, നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ പറയാം. അവൻ ഓടിയിട്ട് രക്ഷയില്ലെന്നുണ്ടെങ്കിൽ അവനോട് പറയാം അതിലുണ്ടെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ഇടാട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ ഇപ്പൊ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനലിൽ തന്നെ പറയും കേട്ടാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓട്ടം വരട്ടെ. നമ്മ നേരെ അവിടെ നിന്ന് വട്ടോണേട്ടാ. സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ പോയി കുറച്ചു നേരം കിടന്ന് രക്ഷയില്ല. അവിടെ നേരെ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ തേവര വഴി നേരെ കൊച്ചിക്ക് കയറാനുള്ള പരിപാടി ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കണേ. ഓട്ടം അടിക്കാനെടുക്കാം, ഇല്ലെങ്കിൽ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞു. ഒരു 10-11 കിലോമീറ്ററോളം വണ്ടി കാലി. അപ്പൊ നമ്മുടെ വണ്ടിന്ന് ഓടിയേക്കണ എത്രയെന്നറിയാവാ? 100 ട്രിപ്പിന് വേണ്ടി മാത്രം എത്ര ഓടിയിട്ടുണ്ടാവും? നമുക്കൊരു ട്രിപ്പ് അടിച്ചേട്ടാ, എയർപോർട്ടിലേക്ക് അടിച്ച ട്രിപ്പ് വിളിച്ചു നോക്കാം. എയർപോർട്ടിലേക്ക് അടിച്ച് ഇപ്പൊ അടിച്ചത് വീട്ടിലോട്ട് പോകാൻ സമ്മതിക്കല്ലേ. ഹലോ മാം, വണ്ടി ബുക്ക് ചെയ്തില്ല റാപ്പിഡോ? ഞാൻ വിളിച്ച് പറഞ്ഞാണ് അങ്ങോട്ട് വരിക. ഞാനിവിടെ നമ്മുടെ ഷിപ്പ് ആൻഡ് സൈഡിൽ നിന്ന് അങ്ങോട്ട് വരിക. അതായത് എത്താറായി, തൊട്ടിപ്പുറത്തുണ്ട്. ഓക്കെ ഫൈൻ മാം, ഞാൻ ഓൾമോസ്റ്റ് എത്തി കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ എത്തുമ്പോ ഒന്നുകൂടി വിളിക്കാം. ഓക്കെ ഫൈൻ. ഓക്കെ.
ഈ സുമ മേഡത്തിന്റെ ഫ്ലാറ്റ് തന്നെയല്ലേ? സുമ അറിയാം അല്ലേ? ഓക്കെ. HDFC ഓപ്പോസിറ്റ് എന്നാ പറഞ്ഞ കറക്റ്റ് ആയിട്ടാ വന്ന് കയറിയത്. ഇവിടെ ഒന്നും സൈഡ് ഒതുക്കാൻ പറ്റില്ല. ആൾക്കാർ വെറുതെ വല്ല കല്ലിന് പറയും, സീനാക്കും. എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. സുമ മേഡത്തിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാ ബറാബർ. മേഡം പിന്നൊന്ന് തരാവോ? ആ സാറിന് പറഞ്ഞോട്ടോ. ഓക്കെ. അതെ, എപ്പോഴും സെയിം പിന്നാണ്. There is Namma Yatri also. That also 4270 is my permanent pin for that. 7837. Okay. Bye. Thank you. That Kurgu, I'll make it happen. Okay, thank you, man. Domestic ആണ്. അപ്പൊ ആ കസ്റ്റമറിന്റെ പരിപാടി കഴിഞ്ഞേട്ടാ, എയർപോർട്ടിലെത്തി. പുള്ളിക്കാരനെ സുലാനാക്കി. നല്ലൊരു കിടിലൻ കസ്റ്റമർ ആയിരുന്നു. പുള്ളി അടിപൊളിയാ. പുള്ളി വെറുതെ സീൻ മെമ്പർ. പണ്ട് വരുമ്പോ ഇവിടെ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു. 10 കൊല്ലം മുമ്പ് ഇവിടെ ഇതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പുള്ളി വേറെ മുടക്കടി. എന്തായാലും പുള്ളി സെറ്റപ്പായിരുന്നു. പിന്നെ നമ്മളെ ചാനലിൽ മറ്റേ വീഡിയോ കാണുന്ന ഒരു ഇക്കാനൊക്കെ ഉണ്ട്, ചിപ്സ് കടി വെച്ച്. പിന്നെ കാണാറുണ്ട് കേട്ടോ, വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പേരും ചോദിക്കാൻ പറ്റില്ല, പുള്ളിയും തിരക്കായിരുന്നു, നമുക്കും കസ്റ്റമർ ഉണ്ടായിരുന്നു. ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞു, ഊബർ ഓർഡറില്ലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പുള്ളിയും പറയണു കാശ് കിട്ടൂലല്ലാന്ന്. അപ്പൊ നമ്മളിപ്പൊ എടുത്ത ട്രിപ്പ് ലാസ്റ്റ് എടുത്ത 985 രൂപ നമുക്ക് കിട്ടിയട്ടാ. 34 കിലോമീറ്ററിന് 985 60 രൂപ ടോള്. അപ്പൊ 985 മനസ്സിലായില്ലേ? 960 രൂപ 7 925 രൂപ നമുക്ക് ഈ ട്രിപ്പിന് കിട്ടിയിട്ടുണ്ട്. പെർ കിലോമീറ്റർ 28 രൂപ വെച്ചിട്ട് 1 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മള് മൊത്തം ഇപ്പൊ 2674 മൊത്തം ട്രിപ്പ്. അതായത് മൊത്തം ട്രിപ്പ് എത്ര ട്രിപ്പാണ് അവിടെ? 9 ട്രിപ്പ്. 9 ട്രിപ്പിന് 2674 രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. നോക്കാം, ഞാൻ ഗോ ടു ഹോം ഇട്ടിട്ടുണ്ട്, കിട്ടുവാന്നറിയില്ല, നമുക്ക് അടിച്ചു നോക്കാം. ഇല്ലേ ജി? ഗൂഗിൾ പേ. നമ്മുടെ ഫാസ്റ്റ് ആയാലും ബാലൻസ് തീർന്നു കേട്ടാ. കഴിഞ്ഞ ദിവസം 500 രൂപയ്ക്ക് ചെയ്ത മാത്രം ഓർമ്മ പരിപാടി. അപ്പൊ കേരള സവാരി കൂടി ഒന്ന് ഓണാക്കിട്ടേക്കാം. അപ്പൊ എയർപോർട്ടിൽ നിന്ന് നമ്മള് വീണ്ടും വെളിയിലേക്ക്. എയർപോർട്ടിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിട്ടാ. എന്തായാലും ചായ ആവശ്യമില്ല. ടീമുകളുടെ കടയിൽ പോയിട്ട് ചായ. പിന്നെ നമ്മുടെ ഇത് എത്രാമത്തെയാണ്? റാപ്പിഡോയും കേരള സവാരി മാത്രം ഓടാൻ തുടങ്ങിയിട്ട് 2ാമത്തെ എയർപോർട്ടാണ് കേട്ടോ. അത് ആദ്യത്തെ എയർപോർട്ട് നമ്മൾ എടുത്ത് പിന്നെ പോയില്ല. അതായത് കുമ്പളം റമദേന്ന് അടിച്ചത് പോകാൻ പറ്റില്ല, ട്രാഫിക്ക്. പിന്നെ അരൂരുവായിരുന്നു, അതൊന്നും പോയില്ല. എന്തായാലും ഒരെണ്ണെടുത്ത് കുഴപ്പമില്ല, റേറ്റ് ഒക്കെ ഉണ്ട്. തേവരേന്ന് 985 നല്ല റേറ്റ്, കുഴപ്പമൊന്നും. Yes. Hindi or English? English. Yeah. Can I have the OTP? 8214. 8214. ഹലോ. സാറേ, ഇവിടെ ഫ്രണ്ടിലുണ്ട് വണ്ടി, ഓട്ടോ സ്റ്റാൻഡിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡില്. ദൈവ ഈ കിടക്കുന്ന വണ്ടിയാ. അതെ കണ്ട്. അപ്പൊ ഇന്നൊന്നു പറ. അപ്പൊ നിങ്ങളെ ലാസ്റ്റ് കണ്ട വീഡിയോ ഞാൻ അപ്പൊ പുള്ളിക്കാരനെ വൈപ്പിനിൽ കൊണ്ടുപോയി. അങ്ങനെ രാത്രി 10:30 നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു വൈപ്പിനിൽ നിന്ന് തന്നെ. അങ്ങനെ നല്ല ഒടിയാണ് അവിടെ കിട്ടിയ. അങ്ങനെ 10:30 10:45 വൈപ്പിൻ സൈഡിൽ നിന്ന്
പിന്നെ എനിക്ക് അങ്ങോട്ട് ഓട്ടമുണ്ടായിരുന്നു ബീച്ചിൽ പോയി ചെറായി സൈഡ് ബീച്ചിൽ കയറി. അവിടെ നിന്ന് തിരിച്ചെത്തിയപ്പോഴത്തേക്കും 10-11 മണിയോളം ആയി കഴിഞ്ഞ്. അങ്ങനെ ഞാൻ ഭയങ്കര ടയർഡായിരുന്നു. ഞാൻ കിടന്ന് ഉറങ്ങി വെളുപ്പിന് 3:30 കഴിഞ്ഞപ്പോ ട്രിപ്പ് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി എണീറ്റ് നോക്കിയിട്ട് ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. പിന്നെ അടിച്ചിട്ട് ഞാൻ അറിയാഞ്ഞാണെന്ന് അറിയില്ല, എന്താ അടിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ നേരെ വണ്ടി ഓടിച്ച് നേരെ പോരുകയാണ് ചെയ്താ. അങ്ങനെ സൗത്തിൽ നിന്നുള്ള ട്രിപ്പാണ് നിങ്ങളിപ്പോ കണ്ടത് ലാസ്റ്റ്, ആ പള്ളുരുത്തിക്കുള്ളത് ഒരു 200 സംതിങ്. അങ്ങനെ അതെടുത്ത് നമ്മള് പോന്നു. അപ്പൊ നമ്മള് കിലോമീറ്റർ അന്നത്തെ ദിവസം, അതായത് ഇന്നിപ്പോ എനിക്ക് വീഡിയോ എടുക്കണ എന്താണെന്നറിയോ, ചൊവ്വാഴ്ച ദിവസം. തിങ്കളാഴ്ച നമ്മള് വന്ന് കിടന്നിട്ട് പിന്നെ ഓടിയിട്ടില്ല. അപ്പോ ഞായറും തിങ്കളാഴ്ച രാവിലെയും കൂടി എടുത്ത ഓട്ടം എന്ന് പറയുമ്പോ ഞായർ മാത്രം ഓടിയിരിക്കുന്നത് നമ്മൾ ചായ പിടിക്കാനായിട്ട് വന്നിട്ടാ. വണ്ടി കൊണ്ടൊന്ന് ഒതുക്കി പിന്നെ ഒതുക്കണം. ഹർത്താലാന്നൊക്കെ പറയണ്ട, എനിക്കറിയില്ല എന്താന്ന്. ഇവിടെയൊക്കെ വണ്ടി ഓട്ടമുണ്ട്. അപ്പൊ നമ്മുടെ 27-ാം തീയതി രാവിലെ 210 രൂപ, 26-ാം തീയതി 3297 രൂപ. അതായത് ഞായറാഴ്ച ദിവസം നമ്മൾ ഓടിയ ട്രിപ്പാണ് ഇത്. 10 ട്രിപ്പ് 3297 രൂപ. അതിന്റെ കൂട്ടത്തിൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് 210, അതായത് ഏകദേശം ഒരു 3500 രൂപ. 500 ഓട്ടം ഒറ്റ റീഫിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഞാൻ ഓർക്കണമില്ല എത്ര ഓടിയെന്ന്. എന്തായാലും 10-40 കിലോമീറ്റർ വണ്ടി വെറുതെ ഓടിയിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് റിട്ടേൺ പോരുകയല്ലേ ഇത്. അപ്പൊ അങ്ങനെ. അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ ഓട്ടം, അതായത് ഇന്ന് ഹർത്താലാന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് അറിയില്ല, നോക്കട്ടെ. അപ്പൊ ഓക്കെ.